അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു വെക്കേഷൻ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചു വന്നത് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അതിൽ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, സുജൂദ് വരെ നമ്മൾ എത്തി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സുജൂദിൽ നിന്നും ഉയരുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സുജൂദിൽ നിന്നും ഉയരുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതേപോലെ തന്നെ അതിൽ ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഉയരേണ്ടത്, ഈ ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക. സുജൂദിൽ നമ്മൾ എന്ത് ചെയ്തു, പോയി സുജൂദ് കൈ എങ്ങനെ വെക്കണം എന്ന് മനസ്സിലാക്കി, വിരലുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, കൈമുട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, നമ്മുടെ നെറ്റിയും മൂക്കും എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കി, കാലുകൾ എങ്ങനെ വെക്കണം എന്ന് മനസ്സിലാക്കി. എല്ലാം ക്ലിയർ ആണ്. അതിൽ നടത്തേണ്ട പ്രാർത്ഥന വരെ പറഞ്ഞു. ഇനി നമ്മൾ സുജൂദിൽ നിന്നും എങ്ങനെയാണ് ഉയരേണ്ടത്, രണ്ട് സുജൂദുകളും പറഞ്ഞു. സുജൂദുകൾക്കിടയിൽ ഇരിക്കേണ്ടതും എങ്ങനെയെന്ന് പറഞ്ഞു. ഓർമ്മ ഉണ്ടല്ലോ എല്ലാവർക്കും? സുജൂദുകൾക്കിടയിൽ എങ്ങനെ ഇരിക്കേണ്ടതെന്ന് അറിയില്ലേ? അറിയാം. ഓക്കെ. ഇനി നമ്മൾ സുജൂദിൽ നിന്ന് ഉയരേണ്ടത് എങ്ങനെയാന്ന് പറയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? സുജൂദിൽ നിന്ന് എങ്ങനെയാണ് ഉയരേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ നിന്നും ഉയർന്ന് അല്പനേരം ഇരിക്കണം. ഇതിന് ജിൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുന്നു. നേരെ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവില്ല എന്താന്നുള്ളത്. അതായത് നമ്മൾ സുജൂദിൽ കിടക്കുകയാണ്, സുജൂദിൽ കിടന്നിട്ട് നേരെ ഇങ്ങനെ ഒന്ന് ഇരിക്കും, എന്നിട്ട് പിന്നെ വീണ്ടും കുത്തിയിട്ട് നമ്മൾ എണീറ്റിട്ട് അല്ലാഹു അക്ബർ പറയും. മനസ്സിലായോ അല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? അതായത് സുജൂദിൽ നിന്ന് നേരെ ഒറ്റ അങ്ങനെ എണീക്കല്ല, കൈ കുത്തിയിട്ട് ഒറ്റ എണീക്കലല്ല, മറിച്ച് ഒന്ന് ഇരിക്കും. ഇസ്തിറാഹ, റാഹത്ത് എടുക്കുക എന്ന് പറയാം. റാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആശ്വാസം. ഒന്ന് ആശ്വാസം കൊണ്ട് ഒന്ന് ഇരുന്ന് പിന്നീട് എണീക്കും. ഓക്കെ. അതായത് സുജൂദിൽ നിന്ന് ഒറ്റയടിക്ക് എഴുന്നേൽക്കലല്ല, മറിച്ച് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പൊ ഞാൻ സുജൂദ് ചെയ്യാണെന്ന് വിചാരിച്ചോ, ഞാൻ അപ്പൊ സുജൂദിലാണെന്ന് വിചാരിക്കുക. സുജൂദ് നേരെ ഇങ്ങനെ എണീറ്റു, എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ വീണ്ടും കുത്തിയിട്ട് അങ്ങനെ എണീക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? അല്ലേ? ക്ലിയർ ആണോ? ഇതാണ് സുന്നത്ത്. സുഹറ, ഇത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാണ് ജിൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയും. അതായത് റാഹത്ത് എടുക്കുക. റാഹത്ത് എടുക്കുക എന്നാണ് അതിന് പറയാ. എന്ത് റാഹത്ത്? ഇരുത്തത്തിൽ ഒരു റാഹത്ത്. ഒന്ന് റാഹത്തായി, ഒന്ന് ആശ്വാസം കൊണ്ട് പിന്നെ എണീക്കും. ഓക്കെ, റെഡി? ഇതിലെന്താണ് സമ? എന്താ കൈ വീണ്ടും പൊക്കിക്കൂടല്ലോ? എന്താണ് സമ? സമ എന്താ സംശയം? എന്താ ഇതിപ്പോ ഇരിക്കാണ്ട് എണ്ണീച്ചാല് കൈപ്പട്ടോ? എന്താണ്? ഇരിക്കാണ്ട് എണ്ണീച്ചാല് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ സുന്നത്ത് പോവും. ഒരു കൂലി കൂടുതൽ കിട്ടുന്ന ഒന്ന് ഇരുന്നിട്ട് എണീക്കുമ്പോഴാണ് കൂടുതൽ പ്രതിഫലം കിട്ടുക. മനസ്സിലാവട്ടെ? എങ്ങനെയെന്ന് മനസ്സിലായോ മക്കൾക്ക്? ക്ലിയർ അല്ലേ? ഇബ്രോ യാ ഷെയ്ഖ് ഇബ്രാഹിം, മനസ്സിലാവണില്ലേ? ഇബ്രോ മൈക്കോണക്ക്. റെഡി 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 റെഡി. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ശരിക്കും ഇരിക്കണോ അല്ലെങ്കിൽ ജസ്റ്റ് ഇരുന്നാ മതിയോ? അതായത് നമ്മൾ സാധാരണ പോലെ ഒന്ന് ഇരിക്കുക, എന്നിട്ട് പിന്നീട് എണീക്കുക. അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് വേഗം പോകുക എന്നുള്ളതല്ല. ഒന്ന് ഇരിക്കണം, ഇരുന്നിട്ട് പിന്നീട് എണീക്കണം. ഓക്കെ, ഞാൻ ഒന്നും കൂടി കാണിക്കാം, ശ്രദ്ധിച്ചോട്ടോ. ഇപ്പൊ ഞാൻ സുജൂദിലാണെന്ന് വിചാരിക്കുക. സുജൂദിലാണേ. സുജൂദിൽ നിന്ന് നേരെ ഞാൻ എന്ത് ചെയ്തു, ഒന്നും കണ്ടിരുന്നു.
എന്നിട്ട് പിന്നെ കൈ കുത്തിയിട്ട് എന്ത് ചെയ്യും, അങ്ങനെ എണീക്കും. എന്നിട്ട് കൈ വെട്ടും, അല്ലാഹു അക്ബർ പറയും. മനസ്സിലായോ അല്ലേ? ഇപ്പൊ എല്ലാവർക്കും ഓക്കെയാണ് അല്ലേ? ഓക്കെ, ഇനി ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ആ ഒരു ഇരുത്തത്തിൽ നിന്ന് എണീക്കേണ്ടത്, എങ്ങനെയാണ്? അതാണ് ഞാൻ അടുത്ത ഡൗട്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണേ, എങ്ങനെയെങ്കിലും നിസ്കരിക്കുക എന്നുള്ളതല്ല, ഓരോന്നും ചർച്ച ചെയ്ത് ചോർച്ചയാക്കും ആകെ. അപ്പൊ നോക്കിക്കോളിയും എന്താണ് ഞാൻ അടുത്തത്. നമ്മൾ ഇനി അവിടുന്ന് എണീറ്റു, പിന്നെ നമ്മൾ അടുത്ത റക്കാത്തിലേക്ക് പോയി. അപ്പൊ വീണ്ടും ഫാത്തിഹ ചൊല്ലി, സൂറത്ത് ചൊല്ലി, പിന്നെ റുക്കൂയിലേക്ക് പോയി, പിന്നെ റുക്കൂയിൽ നിന്നും ഉയർന്നു, പിന്നെ വീണ്ടും ഇത്തിദാലിലേക്ക് വന്നു, പിന്നെ വീണ്ടും സുജൂദിലേക്ക് പോയി, സുജൂദുകൾക്കിടയിൽ ഇരുന്നു, വീണ്ടും സുജൂദിലേക്ക് പോയി, പിന്നെ വീണ്ടും ഇരിക്കണം. അതിനാണ് തശഹുദ് എന്ന് പറയാം. നമ്മൾ അത്തയ്യാത്ത് എന്ന് പറയില്ലേ, അതാണ് തശഹുദ്. ശരിക്കും അതിന്റെ പേര് തശഹുദ് എന്നാ. ഓക്കെ, അതെങ്ങനെയാണ് ഇരിക്കേണ്ടത്? രണ്ട് തരത്തിലാണ് ഇരുത്തം ഉണ്ടാകുക. നേരെ ശ്രദ്ധിച്ചോ, രണ്ട് തരത്തിൽ. ഒന്ന് ഇഫ്തിറാഷിന്റെ ഇരുത്തം. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ്. ജിൽസത്തുൽ ഇഫ്തിറാഷ്, സുബ്ഹ്, ജുമുഅ, പെരുന്നാൾ നമസ്കാരം തുടങ്ങി 2 റക്അത്തുള്ള നമസ്കാരങ്ങളിൽ അത്തഹിയാത്തിനിരിക്കുമ്പോൾ ഇടതുകാൽ പരത്തി വെച്ച് വലതുകാൽ നാട്ടി ഇരിക്കണം. നാട്ടിലല്ല, നാട്ടി ഇരിക്കണം. ഇത് മനസ്സിലാവുണ്ടല്ലേ? മനസ്സിലായോല്ലേ? മനസ്സിലായിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അതായത് രണ്ട് ഇതുള്ള നിസ്കാരങ്ങൾ ഉണ്ടാവും. രണ്ട് പിന്നെ എന്താ പറയാ, റക്കാത്തുള്ള നിസ്കാരങ്ങൾ. ആ 2 റക്കാത്തുള്ള നിസ്കാരങ്ങളിലാണെങ്കിൽ അത് ഇരിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. അത് ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ ഇവിടെ ആ നാട്ടിൽ നിന്നുള്ളതൊന്ന് എഡിറ്റ് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ ഇതാണ് ഇരുത്തം. കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? സ്ക്രീനിൽ കാണില്ലേ? ഇതൊന്ന് എഴുതിക്കോളൂ, എഴുത്. ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇതാ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അഥവാ ഇടത്തെ കാല് ഇങ്ങനെ പരത്തി വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഇരുന്ന്, പിന്നെ വലത്തെ കാലിങ്ങനെ നാട്ടി വെച്ച് അതിന്റെ ഭാഗം അങ്ങനെ കുത്തി നിൽക്കുക എന്നുള്ളതാണ്. വേഗം ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്താന്നുള്ളതാ പറയുന്നത്. വേഗം എഴുത്. എഴുതി കഴിഞ്ഞാൽ പറയണേ. എഴുതി കഴിഞ്ഞാ പറയണം മക്കളെ. എഴുതി കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? ഇനിയും തീരാത്ത മനുഷ്യന്മാരുണ്ടോ? ആ, ഇവിടെ കഴിഞ്ഞിക്കണേ, കുറെ ആൾക്കാർ കഴിഞ്ഞു എന്നാണ്. അവിടെ ഒരു ചോദ്യം വന്നിക്കണല്ലോ, 2 റക്അത്തിൽ തശഹുദിന് നബിയുടെ മേൽ. അതൊക്കെ പറയാം, അതൊക്കെ വരും, അതിലേക്ക് വരും ഇൻഷാ അല്ലാഹ്.
ഓക്കെ, അവന് കഴിയാത്തവരാരും ഉണ്ടാവില്ല എന്ന് കേട്ടോളും. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇതാണ്. അഥവാ 2 റക്അത്തുള്ള നമസ്കാരങ്ങളിലൊക്കെയും, അല്ലെങ്കിൽ 2-ൽ കൂടുതൽ നിസ്കാരങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ 2-ൽ കൂടുതൽ റക്അത്തുകൾ ഉണ്ടാകുമ്പോൾ, അതിൽ 2-ാമത്തെ റക്അത്തിൽ നമ്മൾ ഇരിക്കൂലേ, അപ്പോഴൊക്കെ ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ ഇരുത്തത്തിന് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നാണ് പറയുക. സുബഹ് നമസ്കാരത്തിന്റെ അത്തയ്യാത്തിൽ ഇതാണ് ഇരിക്കേണ്ടത്. ജുമുഅ നിസ്കാരത്തിൽ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. പെരുന്നാൾ നിസ്കാരത്തിൽ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. നമ്മൾ ഏതൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളുണ്ടോ 2 റക്അത്താണെങ്കിൽ ആ 2 റക്അത്തിൽ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഈ ഇരുത്തം ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? റെഡി? അവിടെ ഒരു ചോദ്യം, വലത് കാല് നാട്ടി വെക്കുമ്പോൾ ഫുള്ള് വിരലും വെക്കണോ എന്നുള്ളതാണ്. നാട്ടി വെക്കുമ്പോൾ ഫുള്ള് വിരലും വെക്കണോ? ഫുള്ള് വിരലും വെക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പോ കുട്ടികളാണ്. ഇപ്പൊ നിങ്ങളുടെ ശരീരം എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാനും മറിക്കാനും ഒക്കെ പറ്റും. കുറച്ച് വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യൂല, പിന്നെ കാല് കുത്തലൊക്കെ വേദനയാവും. ഇപ്പൊ നമ്മുടെ ഇതിൽ തന്നെ വലിയ മുതിർന്ന ആൾക്കാരുണ്ട്. അതിൽ ഇപ്പൊ ചില ആൾക്കാരൊക്കെ എനിക്ക് ചോദ്യം വന്നിരുന്നു, കാല് കുത്തുമ്പോ കാല് വേദനയാണ്, എന്താ ചെയ്യുക? അത് ചെറുപ്പത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ നമ്മളെ പോലത്തെ പല ആൾക്കാർക്കും അങ്ങനെ പ്രയാസം ഉണ്ടാകും, പ്രായമാകുമ്പോൾ പ്രയാസം ഉണ്ടാകും. എന്നാൽ കുട്ടികൾ കഴിയുന്നതും കാല് കുത്തിയിട്ട് തന്നെ നിൽക്കാൻ നോക്കണം, പരിപൂർണത രൂപം തന്നെ നോക്കുക. എന്നാൽ അങ്ങനത്തെ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ എത്ര വിരലാണോ കഴിയണത് അതിനനുസരിച്ച് നിൽക്കുക. കഴിയാത്ത ആളുകളുടെ കാര്യത്തിലാണ് പറയണത്. നിങ്ങൾ കുട്ടികൾക്ക് എന്തായാലും കഴിയും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ തന്നെ നോക്കാം. ഇനി രണ്ടാമത്തെ നോക്കിക്കോ, തവറുക്കിന്റെ ഇരുത്തം എന്നാ പറയാ. രണ്ടാമത്തേതാണ് തവറുക്കിന്റെ ഇരുത്തം. എന്താണ് ഈ തവറുക്കിന്റെ ഇരുത്തം? അതും കൂടി എഴുതിക്കോ. ഈ ഇരുത്തമാണ് തവറുക്കിന്റെ ഇരുത്തം. അതായത് നമ്മളൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ട് നമ്മുടെ കാലിങ്ങനെ വെക്കും. അത് നോക്കിക്കോ, ഇടത് കാൽ നീട്ടി വെച്ച്, പിന്നെ ഒരു വാക്കുണ്ട് അതിൽ എന്താ മിസ്സേക്കണം. അപ്പൊ ചന്തി നിലത്ത് പതിച്ച് വലത് കാൽ നാട്ടി വെക്കണം. 2 റക്അത്തിൽ കൂടുതലുള്ള നമസ്കാരങ്ങളിൽ അവസാനത്തെ അത്തഹിയ്യാത്തിലാണ് തവറുക്കിന്റെ ഇരുത്തം ഉള്ളത്. നോക്കിക്കോ. അഥവാ ഇപ്പൊ നമ്മള് ലോഹർ നിസ്കരിക്കുകയാണ്. ആദ്യത്തെ രണ്ടാമത്തെ നിസ്കരിക്കുമ്പോൾ 1-ാമത്തെ റക്അത്തിൽ സാധാരണ നമ്മൾ ഇരുത്തം, 2-ാമത്തെ റക്അത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം, 3-ാമത്തെ റക്അത്തിലും സാധാരണ ഇരുത്തം, 4-ാമത്തെ റക്അത്ത് അഥവാ നമ്മൾ അത്തഹിയ്യാത്ത് ഇരിക്കുന്നതിന് വേണ്ടി ഇരിക്കുമല്ലോ, അവസാനത്തെ തശഹുദ് എന്ന് പറയില്ലേ, അതിനിരിക്കുമ്പോൾ ഈ തവറുക്കിന്റെ ഇരുത്ത വേണ്ടത്. മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. തവറുക്ക് എങ്ങനെയാന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. എന്നാ വേഗം എഴുതിക്കോളി തവറുക്കിന്റെ ഇരുത്തം എങ്ങനെയാണെന്ന്. ഇവിടെ ഇടതുകാൽ നീട്ടി വെച്ച്, പിന്നെ ച എന്ന് പറഞ്ഞിട്ടൊരു എന്താ മിസ്സാണ് കേട്ടോ. ചന്തി നിലത്ത് പതിച്ചത്, നമ്മളെ പിൻഭാഗം നിലത്ത് വെക്കുക എന്നുള്ള അർത്ഥത്തിലപ്പോ ഈ പറയണേ. ഇത് കേൾക്കുമ്പോ ചിരിക്കാനൊന്നും ഇല്ല. കാരണം എന്താ, നമ്മൾ ഇരിക്കേണ്ടത് അങ്ങനെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വേഗം വേഗം എഴുതണേ.
സുബഹിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല സൂനിയ. സുബഹിന്റെ കാര്യം നേരത്തെ നമ്മൾ എഴുതിയില്ലേ. ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് സുബഹിക്കിരിക്കേണ്ടത്. 2 റക്അത്തുള്ള നമസ്കാരങ്ങളിലൊക്കെ സുബഹിയും അതേപോലെ തന്നെ ജുമഅയും അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരവും എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെയൊക്കെ ഇരിക്കേണ്ടത് ഇഫ്തിറാഷിന്റെ ഇരുത്താണ്. എന്നാൽ 2-ൽ കൂടുതൽ റക്അത്ത് ഉണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഈ ഇരുത്തം ഇരിക്കണം. സുബഹ നമസ്കാരം ഫർളാണെങ്കിൽ എന്താ? അപ്പൊ ജുമയും ഫർള് തന്നെയല്ലേ? ജുമ സുന്നത്താ? ജുമയും ഫർള് നമസ്കാരം തന്നെയാണ് ശരിക്ക്. സാധാരണ ഒരു സുന്നത്തല്ലത്. ഇവിടെ സുന്നത്താണോ ഫർളാണോ എന്നുള്ളതല്ല വിഷയം. 2 റക്അത്തുള്ളതാണെങ്കിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്നാ മതി. 2-ൽ കൂടുതലാണെങ്കിൽ ഇപ്പൊ 3 റക്അത്തുള്ള മഗ്രിബാവാം, അല്ലെങ്കിൽ 4 റക്അത്തുള്ള ദുഹറോ അസറോ ഇശാഓ ആവാം. അതിന്റെ എല്ലാം അവസാനത്തെ അത്തഹിയാത്ത്, അവസാനത്തെ ഇരുത്തണ്ടല്ലോ, അത് ഈ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. തവറുക്കിന്റെ ഇരുത്തം ഇരിക്കണം. സഹലക്ക് ഡബിൾ ഫിനിഷ് ആണ്. ഓക്കെ, മാഷാ അല്ലാഹ്. തവറുക്കിന്റെ ഇരുത്തം എല്ലാവരും എഴുതി കഴിഞ്ഞാലോ അല്ലെ? നടത്തിയിലേക്ക് പോട്ടെ. ഇപ്പൊ നമ്മൾ 3 ഇരുത്തം മനസ്സിലാക്കി. 3 മനസ്സിലാക്കി. ഏതൊക്കെയാണ് 3? ആർക്കാ പറയാൻ പറ്റുക? മൈക്ക് ഓൺ ആക്കി തരും. ആർക്കാ പറയാൻ പറ്റുക 3 ഇരുത്തം ഏതാണെന്ന്? ഇപ്പൊ നമ്മൾ 3 ഇരുത്തം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 ഇരുത്തം? കൈപൊക്കൂ. അറിയുന്നവർ കൈപൊക്കാം. അതാ ഇബ്രാഹിം കൈപൊക്കി. ഇബ്രു പറ. ആദ്യത്തെ ആ ഒന്നാമത്തെ റക്അത്തിൽ എണീക്കുമ്പോ ഒന്ന് ഇരുന്നിട്ട് എണീക്കണം. അതിനെന്താ പറയാ? അതിന്റെ പേരെന്താ? പേരെന്താ? ജിൽസത്തുൽ ഇസ്തിറാഹ. എന്താ പറയാ? റാഹത്തിന്റെ ഇരുത്തം ട്ടോ. ഓക്കെ, എന്നാ ശരി. രണ്ടാമത്തെ പറയേ. തവറുക്കിന്റെ ഇരുത്തം. ഓക്കെ. പിന്നെ 3 ഇഫ്തിറാഷിന്റെ ഇരുത്തം. ഓക്കെ. ഫർഹാൻ പറയേ. ഫർഹാൻ എന്ന് പറഞ്ഞ മോനെ. ഇബ്രാഹിം മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്ക്. സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം. അതേതാണ്? അതിന്റെ പേരെന്താ? സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം തന്നെയാണ് നമ്മുടെ ഇഫ്തിറാഷിന്റെ ഇരുത്തം. അതല്ലാതെ ഒരു ഇരുത്തം പറഞ്ഞത് നമ്മള് ഒരു പേര് പഠിച്ചിരുന്നു. അതാണ് ജിൽസത്തുൽ ഇസ്തിറാഹ. നമ്മളിങ്ങനെ ഒന്ന് എണീറ്റ് ഒന്ന് ഇരുന്ന് പിന്നീട് എണീക്ക്. ഓക്കെ. രണ്ടാമത്തത് ഇഫ്തിറാഷിന്റെ ഇരുത്തം. ഓക്കെ. മൂന്നാമത്തത് തവർക്കിന്റെ ഇരുത്തം. ഓക്കെ. അഹ്സൻത്. അഫ്വാൻ എന്ന് പറഞ്ഞേ. അഫ്വാൻ എന്താണ്? അഫ്വാൻ എന്ന പേരിൽ വന്നിട്ടുള്ളത് ആരാണോ അയാൾ പറയും. എന്നാ പറ. മൈക്ക് ഓൺ ആക്കി തരുന്നുണ്ടേ. മൈക്ക് ഓൺ ആക്കൂ. നമ്മളെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരാളുണ്ട്, കൈ പൊക്കും, ഉത്തരം പറയില്ല.
പേര് സ്വന്തമായിട്ടുണ്ടാവൂല, വേറെയുള്ള ആൾക്കാരെ പേര് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക വരിക. സ്വന്തമായിട്ട് പേരുണ്ടാവൂല. മൂപ്പരല്ല കേട്ടോ, അഫാനല്ല. അഫാൻ നല്ല ഉഷാറാണ്, ആള് നല്ല ഉഷാറാണ്. ഫോട്ടോ ഉണ്ടാവൂല, വീഡിയോ ഓൺ ആക്കൂല. ചിലപ്പോൾ നമ്മളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ആക്കുക. അത് എന്തായാലും നല്ല കുട്ടിയല്ല കേട്ടോ. നമ്മൾ നല്ല കുട്ടികളാകുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോനെ കുറ്റപ്പെടുത്തല്ല, നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാവണ്ടേ. ഇപ്പൊ ഞാൻ എൻ്റെ പേരിലല്ലാതെ വേറൊരാളുടെ പേരിൽ വരാൻ പാടില്ലല്ലോ. എൻ്റെ മുഖമല്ലാതെ ഞാൻ വേറൊരാളുടെ മുഖത്തല്ലല്ലോ വരിക. നമുക്ക് എന്തുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം. നമ്മളെ ആധാർ കാർഡിൽ വേറെയുള്ള ആരെ പേരുണ്ടോ? പറ്റുമോ? പറ്റൂലല്ലോ. നമ്മളെ പിന്നെ SSLC ബുക്കിൽ വേറെ ആൾക്കാരെ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ അവിടെ നിൽക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി. നമ്മള് പിന്നെ പലപ്പോഴും നമ്മളെ ഈ ഒരു ക്ലാസ്സിൽ ഇത് കാണുന്നുണ്ട്. ഒരു വ്യക്തിയാണ്, ഒറ്റ വ്യക്തി. നമ്മളത് ആളാരാണെന്നുള്ളത് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ നമ്മളും അതേപോലത്തെ പ്രയോഗങ്ങളും അങ്ങനത്തെ കുട്ടിക്കളിയല്ലല്ലോ. നമ്മളൊരു ദീനിയായ ക്ലാസ് അല്ലേ അല്ലേ? നിങ്ങളെല്ലാവരും നോക്കിക്കാണി, നമ്മൾ തമാശയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ദീനിയായി ഖുർആൻ പഠിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് പഠിപ്പിക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ കള്ളപ്പേര് വെച്ച് കള്ളത്തരത്തിൽ സൗണ്ട് ഉണ്ടാക്കി അല്ലെ, അതൊക്കെ എത്ര മോശമാണ് ശരിക്ക്. നമ്മൾ അള്ളാന്റെ ദീനിനെയാണ് കളിയാക്കണത് കേട്ടോ. നമ്മൾ തമാശയാക്കുമ്പോൾ പോലും നമ്മളൊക്കെ ഇവിടെ തമാശയൊക്കെ പറയുന്നുണ്ട്, ഇവിടെ തമാശ പറയുന്നുണ്ട്, ചിലപ്പോൾ ചിരിക്കാനുള്ളത് പറയുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോമഡി ഇതൊക്കെ പറയും. അത് നിങ്ങളെ മനസ്സിലാക്കുക, അങ്ങനെയുള്ള ആ ഒരു ഇതിലാണ്. പക്ഷെ ഫുൾ ടൈം തമാശയാകുക, ചോദ്യം ചോദിച്ചാലും തമാശ, ഉത്തരം ചോദിച്ചാലും തമാശ, ഇങ്ങനെയാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു സൗണ്ടൊക്കെ മാറ്റി പറയാം. നമുക്കൊക്കെ കഴിവുണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്, അതിലൊന്നും പ്രശ്നമല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശയാക്കി കളിക്കലും അതേപോലെ സൗണ്ട് മാറ്റലും ഒക്കെ പറ്റും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ചോദ്യം പറ എന്നുള്ളതാണ്. ഇപ്പോ ചോദ്യം എന്താന്ന് അറിയാതെയാണോ കൈ ഉയർത്തിയത്? ചോദ്യം ഞാൻ ഇവിടെ ചോദിച്ചു, ഇവിടെ 2-3 ആൾക്കാർ ഉത്തരവും പറഞ്ഞു, പിന്നെയാണ് കൈ പൊക്കിയത്. അപ്പൊ ശ്രദ്ധിക്കട്ടോ, ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഖൈറാക്കട്ടെ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒക്കെ ഒരു നമ്മള് പിന്നെ സ്കൂളത്തെ കാര്യം പോലെ അല്ല നമ്മളെ മദ്രസ. നമ്മൾ സ്കൂൾ പോലെ അല്ലല്ലോ മദ്രസ. സ്കൂളിൽ ചിലപ്പോൾ നമുക്ക് കെമിസ്ട്രിയും ഫിസിക്സും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതിപ്പോ പഠിച്ചോൻ ചോദിക്കണതല്ലേ. ഇതെന്താ വെച്ചാൽ അള്ളാന്റെ മുന്നിലുള്ള കാര്യമാണ് നമ്മൾ നിസ്കാരം എന്ന് പറയുന്നത് അല്ലെ. അള്ളാന്റെ മുന്നിൽ എങ്ങനെ നിസ്കരിക്കണം, അള്ളഹാനോട് എങ്ങനെയാണ് മുനാജാത്ത് നടത്തണത്, നമ്മൾ ആദ്യം പഠിച്ച ക്ലാസ് അതാ. അള്ളഹാനോട് എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കുന്നത്, ആരുടെ മുന്നിലാണ്. നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തന്നില്ലേ, കുറേ വീഡിയോസ് അതിൽ കാണിച്ചു തന്നിരുന്നു. ആരുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്? അള്ളാന്റെ മുന്നിൽ. അപ്പൊ അവിടെ തമാശയല്ല, നിസ്കാരം തമാശയല്ല, നിസ്കാരത്തിലുള്ള പ്രാർത്ഥന തമാശയല്ല. നിസ്കരിക്കുമ്പോ ചിരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല, മറ്റുള്ളവനെ ചിരിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ അല്ലെ? ചില കുട്ടികളുണ്ടാവും, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്, എന്നാലും ഒരാൾ ഇങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മുന്നിലിക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും, എന്താണ് നിൽക്കണേ അല്ലെ, നിൽക്കണുണ്ടോ, കയ്യ നിൽക്ക്, ഇങ്ങനെയാണോ കിട്ടുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക. അപ്പൊ മറ്റൊന്ന് നിറഞ്ഞിങ്ങനെ ആക്കുക. രണ്ടാൾക്കും കുറ്റം കിട്ടും. കാരണം എന്താ? ഒരാൾ ചിരിപ്പിക്കാൻ നിന്നു, ആദ്യത്തെ കുറ്റം അയാൾക്കാണ്, കാരണം അയാൾ അതിന് വേണ്ടി നിന്നു. മറ്റേയാളോ, അങ്ങനെ ഒരാൾ ചിരിപ്പിച്ചാൽ ചിരിക്കാൻ പറ്റൂല. ഇനി അങ്ങനെ നല്ലോണം ബുദ്ധിമുട്ടാണോ, നമ്മൾ കൈ അഴിച്ചു വെക്കുക, നിസ്കാരം അവിടെ നിർത്തുക. കാരണം എന്താ? നിസ്കാരത്തിൽ ചിരിക്കുക എന്നുള്ളത് വലിയ കുറ്റമുള്ള കാര്യമാണ്. നിസ്കാരത്തിൽ ചിരിക്കൽ വലിയ കുറ്റമാണ്, അള്ളാന്റെ അടുക്കൽ കുറ്റമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരം ഒന്നും അതൊരു തമാശയായിട്ട് കാണരുത്. എല്ലാവരോടും കേട്ടോ പറയണത്. നമ്മള് മറ്റുള്ളവരെ ചിരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നിസ്കാരത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴേ അത് ശ്രദ്ധിച്ചോളുണ്ടോ, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നല്ല കുട്ടികളാണ് നിങ്ങളെല്ലാവരും, മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 3 തരത്തിലുള്ള ഇരുത്തങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തത് ജിൽസത്തുൽ ഇസ്തിറാഹ, അഥവാ ഒന്ന് ഇങ്ങനെ നമ്മൾ അത്തയ്യാത്ത് ഇങ്ങനെ അല്ല പിന്നെ സുജൂദ് നിങ്ങോട്ട് എണീക്കുമ്പോൾ ഒന്ന് ഇരുന്ന് പിന്നെ വീണ്ടും എണീക്കുക. രണ്ടാമത്തെ ഇരുത്തം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെ ഇതില് എന്താ പറയാ, എന്താ ഇപ്പൊ പറയാൻ വന്നേ, ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. മൂന്നാമത്തത് തവറുക്കിന്റെ ഇരുത്തം അല്ലെ. ഇതാണ് നമ്മൾ 3 ഇരുത്തങ്ങൾ പറഞ്ഞത്.
എന്നാ നീ നോക്കിക്കോ, ബാക്കിയാണ് നമ്മൾ പറയണത്. അപ്പൊ ഇരുത്തം മനസ്സിലാക്കി. ഇനി നമ്മൾ ഈ ഇരുത്തത്തിൽ എങ്ങനെയാണ് കൈ വെക്കേണ്ടത് എന്നാ. കൈ നോക്കിക്ക, ഇയാൾ വെച്ച പോലെ എന്ത് ചെയ്യാം, നമ്മുടെ മുട്ടിന്റെ ഭാഗത്ത് വെക്കാം. മുട്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു വെക്കണ രൂപത്തിൽ വെക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, നമ്മുടെ തൊടയിൽ വെക്കാം. തൊടന്റെ ഭാഗത്ത് കുറച്ച് ഉയർത്തിയിട്ട് ഇങ്ങനെ തൊടന്റെ ഭാഗത്തായിട്ടും വെക്കാം. ഒന്നുകിൽ മുട്ടിന്റെ ഭാഗത്ത് വെക്കുക, അല്ലെങ്കിൽ തൊടയുടെ ഭാഗത്ത് വെക്കുക. അതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, റെഡി? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഇരുത്തത്തിൽ വിരൽ ചൂണ്ടേണ്ടത് എങ്ങനെയാണ്? വിരൽ ചൂണ്ടേണ്ടത് എല്ലാവരും എഴുതിക്കോ. വിരൽ ചൂണ്ടേണ്ട രൂപങ്ങളാണ് നമ്മൾ പറയണത്. ഈ രണ്ട് രൂപവും എഴുതണം. വേഗം എല്ലാവരും ഇത്. വിരൽ ചൂണ്ടേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. രണ്ട് രൂപത്തിലുണ്ട്. ആദ്യം ഞാനൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് എഴുതാം. ഒരു മിനിറ്റ് ഞാനൊന്ന് പറയാം. മക്കളെ എന്നെ നോക്കണേ, എന്നെ നോക്ക. വലത് കൈ വിരലുകൾ ചുരുട്ടി പിടിച്ചു, ഇങ്ങനെ ചുരുട്ടി പിടിച്ചു. എല്ലാവരും ചുരുട്ടി പിടിച്ചേ. ചുരുട്ടി പിടിക്കുക. ഞാൻ കാണിക്കണ പോലെ ചെയ്യും. കാണിക്കണ പോലെ ചെയ്യും മനുഷ്യന്മാരെ. കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കും. ഇബ്രു കൈ ചുരുട്ടി പിടിച്ചേ. കൈ ഇങ്ങനെ വെക്ക. ഓക്കെ. വലത് കൈ വിരലുകൾ ചുരുട്ടി പിടിച്ച് ചൂണ്ടുവിരൽ നീട്ടി. ചൂണ്ടുവിരൽ നീട്ടിപ്പിടിച്ചു. ചൂണ്ടുവിരൽ ഇങ്ങനെ ഇങ്ങനെ നീട്ടിപ്പിടിച്ചു. എന്നിട്ട് തള്ളവിരലും മധ്യവിരൽ എന്നിവ കൊണ്ട് വട്ടത്തിൽ പിടിച്ച് ചെറുവിരലും മോതിരലും കൂട്ടിപ്പിടിച്ച് ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിക്കണം. നോക്കിക്കോ, ഇതാണ്ടോ ഒന്നാമത്തെ രൂപം ഏതാന്ന് പറയണം. ഇതിന്റെ ഇത് കാണിക്കട്ടെ. ഓക്കെ, നിങ്ങൾ കണ്ടോളേ, കാണുന്നുണ്ടല്ലോ. ഇതാ ഇങ്ങനെ ടോട്ടൽ ഇങ്ങനെ പിടിച്ച് നല്ല ചൂണ്ടുവിരൽ ഇങ്ങനെ പിടിച്ചു. നമ്മുടെ തള്ളവിരലിതാ, നടുവിരലിതാ, ഇത് രണ്ടും കൂടി ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ ആക്കി പിടിക്കാം. കാണുന്നുണ്ടോ? ഇങ്ങനെ ഈ വിരല് രണ്ടും ഇങ്ങനെ ആക്കി ബാക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കാം. ഇതാണ് ഇരുത്തം. ഒരു രൂപം ഇതാണ്. വേറെന്താ വെച്ചാൽ ഇങ്ങനെ വട്ടം ഉണ്ടാവില്ല, വട്ടം വെക്കൂല. അതിന്റെ അടിയിൽ ഇങ്ങനെ ആക്കി പിടിക്കും. ഇതിന്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കും. ഈ രണ്ട് രൂപവും ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ വട്ടത്തിൽ പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് വെച്ച് പിടിക്കാം. ഓക്കെ, ഇനി എഴുതിക്കോ. എഴുതിയിട്ട് ബാക്കി പറയാം. വേഗം എഴുത മനുഷ്യന്മാരെ. എഴുതണേ. ഇന്ന് 13-ാം തീയതി അയക്കുമ്പോൾ അധികം ആർക്കും ഒരു പൈസ തന്നിട്ടില്ല. എല്ലാവരും തന്നെ ഒരു പൈസ അക്കൗണ്ടിലേക്ക് അയക്കും. അസ്സലാമു അലൈക്കും. ഇന്ന് മെയ് 10 ഈ മാസത്തെ കുറിയുള്ളത് സർദാദാക്കാണ്. എല്ലാവരും 13-ാം തീയതി ഓഫ് ആയിരിക്കും ഒരു പൈസ അക്കൗണ്ടിൽ സർദാദാക്കാണ്. എല്ലാവരും എഴുതി കഴിഞ്ഞാൽ പറയണേ. രണ്ടും എഴുതണേ. രണ്ടും എഴുതാം. ക്ലിയർ ഇല്ലാന്നോ? എഴുത്ത് ക്ലിയർ ഇല്ലാന്നാണോ പറയണേ? അതോ പറഞ്ഞത് ക്ലിയർ ഇല്ലാന്നോ? ക്ലിയർ ഉണ്ടല്ലേ, ഫിനിഷ്ഡ് എന്നാണ്. വേഗം എഴുതിട്ടോ. വിരൽ ചൂണ്ടേണ്ട രൂപമാണ് പറയണത്. വലത് കൈ വിരലുകൾ ചുരുട്ടിപ്പിടിച്ച് ചൂണ്ടുവിരൽ നീട്ടിപ്പിടിക്കണം. തള്ളവിരൽ മധ്യവിരൽ എന്നിവ കൊണ്ട് വട്ടത്തിൽ പിടിച്ച്
ചെറുവിരലും മോതിരവിരലും കൂട്ടിപ്പിടിച്ച് ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിക്കണം ഇങ്ങനെ. എഴുതി കഴിഞ്ഞാൽ പറയണേ. എഴുതി കഴിഞ്ഞാൽ പറയണേ. ഓക്കെ, ഫിനിഷ് ഫിനിഷ് ഫിനിഷ്. എല്ലാരും ഫിനിഷ് അല്ലേ? എല്ലാരും ഫിനിഷ് അല്ലേ? ഓക്കെ ഓക്കെ, എന്നാ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം പറയാണ്. ചൂണ്ടുവിരൽ കൊണ്ട് കിബിലക്ക് നേരെ നീട്ടിപ്പിടിക്കലും അത് ചലിപ്പിക്കലും സുന്നത്താണ്. ഇതിനു മുമ്പ് ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു, നമ്മളിങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ വിരൽ അനക്കണത് കാണുന്നുണ്ട്, അതെന്താണ്? അവിടെ ആ ഒരു വിഷയത്തിൽ വന്ന ഒരു ഹദീസാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് വേണ്ടി ഇരുന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഅയ്തുഹു യുഹർരികുഹാ യദ്ഉ ബിഹാ, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രൂപത്തിൽ നബി ഇങ്ങനെ എന്ത് ചെയ്യും? അതിങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കും. അത് സോറി, യദ്ഉ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളിക്കണ രൂപത്തിൽ, പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. യദ്ഉ ബിഹാ, അതിങ്ങനെ ഒരു വിളിക്കണ രൂപത്തിൽ, ഇങ്ങനെ ഇങ്ങനെ ഒരാൾ വിളിക്കണ രൂപത്തിൽ ഇങ്ങനെ അനക്കും. ചില ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ആക്കട്ടോ, വളരെ സ്പീഡിലാക്കും. വേറെ ആൾക്കാർ കളിക്കും. കളിക്കാനൊന്നും പറ്റൂല. നമ്മളിങ്ങനെ ഒരാളെ വിളിക്കണ രൂപത്തിൽ എന്ത് ചെയ്യുക? അതുകൊണ്ട് ഇങ്ങനെ ഒരാളെ വിളിക്കണ രൂപത്തിൽ ഇങ്ങനെ വിരലിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും മോൾക്കും താഴേക്കുമായിട്ട് എന്ത് ചെയ്യുക? ചലിപ്പിക്കാം. ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി ഒരാൾ ചലിപ്പിച്ചു എന്നുള്ളത് കൊണ്ടോ ചലിപ്പിച്ചില്ല എന്നതുകൊണ്ടോ നിസ്കാരം ബാത്തിലാകൂല. ചലിപ്പിച്ചാൽ അതിന്റെ കൂലി കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, വിരൽ അനക്കിയാൽ അതിന്റെ കൂലി കിട്ടും. ഫിനിഷ് ആയിട്ടില്ലേ? വേഗം ഫിനിഷ് ആക്കടോ. ഇവിടെ ഇനിയും ഫിനിഷ് ആകാത്ത ആൾക്കാരുണ്ട്. ഇത് എഴുതണോന്നോ? ഇതെഴുതണം.
ഈ പറഞ്ഞത് എഴുതണം. വിരൽ ചൂണ്ടേണ്ട രൂപം. അത് നിങ്ങൾക്കുള്ള ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് അത് എഴുതാൻ വേണ്ടി പറയണത്. നോട്ട്സ് ഗ്രൂപ്പിൽ അയക്കലില്ലല്ലോ മോളെ. നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് പോകുകയല്ലേ, നമ്മൾ അതിനല്ലേ സമയം തരുന്നത്. നിങ്ങൾ പിന്നീട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ പലരും എഴുതണില്ല. അത് ടീച്ചേഴ്സിനോട് പറഞ്ഞു, പല ആൾക്കാരും നോട്ട് ഫുള്ളാക്കണില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സമയം എടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ഇപ്പൊ തന്നെ ഇരുന്ന് എഴുതട്ടെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നമ്മൾ വിരൽ ചൂണ്ടണമെന്ന് മനസ്സിലാക്കി. വിരൽ എങ്ങനെ രണ്ട് രൂപത്തിലുണ്ട്. ഒന്നുകിൽ ഇങ്ങനെ വട്ടമാക്കിയിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ അടിയിലേക്ക് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ ചലിപ്പിക്കാം. അതിങ്ങനെ ചലിപ്പിക്കുക. ഒരാളിങ്ങനെ വിളിക്കണ രൂപത്തിൽ ഇങ്ങനെ ചലിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഒരാൾ ഇങ്ങനെ തന്നെ പിടിച്ചു എന്നുള്ളത് കൊണ്ടെന്തില്ല, അതും കുഴപ്പമുള്ള കാര്യമല്ല. ആ വിഷയത്തിൽ വന്ന വാചകങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ തശഹുദിൽ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. എല്ലാവരും കൂടെ ചൊല്ലാട്ടോ. എല്ലാവർക്കും അറിയണ പ്രാർത്ഥനയാണ്, എന്നാലും ഒന്നും കൂടി ചൊല്ലുക. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. അത്തഹിയാത്തുൽ മുബാറക്കാത്തു. ഞാനിത് എന്തിനെങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് ഇതിപ്പോഴും അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുൽ ഇങ്ങനെ പറഞ്ഞിട്ടേ ശീലമുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ വാക്ക് എടുത്തിട്ട് പറയാം. അത്തഹിയാത്തുൽ മുബാറക്കാത്തു. എല്ലാവരും പറയും, എല്ലാവരും പറയും. അത്തഹിയാത്തുൽ മുബാറക്കാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഓക്കെ, ഇതാണ് തശഹുദിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന. അതിനുശേഷം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. എല്ലാവർക്കും അറിയണതാണ്. അത് വെച്ചിട്ട് ഇത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്, ഓൾറെഡി അറിയണതാണ്. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. അതൊക്കെ കൂടി എഴുതാന്ന് പറഞ്ഞാൽ അന്ന് സമയം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താ വെച്ചാൽ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അതിനുശേഷം 4 കാര്യങ്ങൾ നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം. ഈ 4 കാര്യങ്ങൾ എന്താണ് എന്നും അതിലെന്താണ് ചോദിക്കേണ്ടത് എന്നും നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞുതരാം. കാരണം കുറച്ച് വിശദീകരിച്ച് പറയാനുണ്ട്. ഈ മസീഹുദ് ദജ്ജാൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ആരാണെന്നൊക്കെ നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് പറയാം. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് പറഞ്ഞത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് പറഞ്ഞതിൽ ആർക്കെങ്കിലും വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ കൈവക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫാത്തിമ സഭ മൈക്കോണാക്കിക്കോ. ഫാത്തിമ സഭ മൈക്കോണാക്കിക്കോ. മറിയം ഹയ, ഇതെന്താ ചോദ്യം? എനിക്ക് മനസ്സിലായില്ല. തസൂദിൽ സലാത്ത് പറയാന് എന്നെനിക്ക് മനസ്സിലായില്ല. മറിയം ഹയ അൺറൈസ് ചെയ്തോ. അയാന് ചോദിച്ചോ. സർ, ആ അത്തയ്യത്തില് 2 ഹമീദും മജീദ് ഉള്ള കാര്യം അറിഞ്ഞു.
അപ്പൊ ഇത് ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ഓതലുണ്ട്. അല്ല, അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-8 രൂപങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് തുടക്കത്തിൽ വരുന്നതുണ്ട്. അത് പറയാതെ നേരെ എന്ത് ചെയ്യുക, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നേരെ പോയി അവസാനത്തിൽ ഇന്നക ഹമീദും മജീദ് പറയാം. അതല്ലേ മുൻ ചൊല്ലിയിരുന്നത്? ആ അതാണ്. അങ്ങനെയും ചൊല്ലാം ഇങ്ങനെയും ചൊല്ലാം, അതിന് കുഴപ്പമില്ല. ആ ബാറക്കല്ലാഹു ഫീക്ക്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫാത്തിമ റസ അല്ല ഫായിസ റസ. അതെ, ആ. സ്വലാത്തില് സയ്യിദിനുണ്ടോ? സയ്യിദിന എന്നുള്ളത് ലഫ്ലുകളിൽ എവിടെയും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ച സ്വലാത്തിൽ എവിടെയും സയ്യിദിന എന്നുള്ള പ്രയോഗം വന്നിട്ടില്ല. ചില ആളുകൾ അതിങ്ങനെ സയ്യിദിന ഹബീബിന എന്നൊക്കെ പറഞ്ഞ് നീട്ടി വലിക്കാറാണ് പതിവ്. അത് നേർക്ക് നേരം എന്ത് ചെയ്തിട്ടില്ല, ഹദീസിൽ കണ്ടിട്ടില്ല. അല്ലാഹു അലം. ഫാത്തിമ സബ. ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാവരും പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചു. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. നമ്മൾ നിൽക്കുന്നതിനൊരു ഉപകാരപ്പെടണം. ഓക്കെ. തശഹൂദിൽ നബിയുടെ മേൽ സ്വലാത്ത് ഉണ്ടേ, അതന്നെ ഇവിടെ നമ്മൾ പറഞ്ഞേ. നബിയുടെ മേൽ സ്വലാത്ത് ഉണ്ട്. അതിൽ ഈ ഒന്നാമത്തെ തശഹൂദും രണ്ടാമത്തെ തശഹൂദും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.